അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടം അത് എന്താണ് എന്നാണ്. ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വരാം, ഒരുപാട് ചർച്ചകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ചെറിയ രൂപത്തിൽ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി. രണ്ട് രൂപത്തിലാണ് ഷിർക്കുകളുള്ളത്. അതിൽ ഒരു ഷിർക്കിൻ്റെ പേര് വലിയ ഷിർക്ക് അക്ബർ എന്ന് പറയും. മറ്റൊന്ന് ഷിർക്ക് അസ്ഗർ, ചെറിയ ഷിർക്ക് എന്ന് പറയും. വലിയ ഷിർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇബാദത്തുകളെ, നമ്മുടെ മനസ്സുകൊണ്ട് വരുന്ന ഇബാദത്തുകൾ, നാവ് കൊണ്ടുണ്ടാകുന്ന ഇബാദത്തുകൾ, ശരീരം കൊണ്ട് വരുന്ന ഇബാദത്തുകൾ, സമ്പത്ത് കൊണ്ട് വരുന്ന ഇബാദത്തുകൾ, ഇതിലെ ഏതെങ്കിലും ഒരു ഇബാദത്തിനെ സൃഷ്ടാവായ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിയിലേക്ക് നൽകുകയോ തിരിക്കുകയോ ചെയ്താൽ അത് ഷിർക്കാണ്, ഗൗരവമേറിയ ഷിർക്കാണ്. അതിനാണ് ഷിർക്ക് അക്ബർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് യാ റസൂൽ അല്ലാഹ്, ഞങ്ങളുടെ പാപം പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുക സർവ്വസാധാരണയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. അതുപോലെ മമ്പുറത്തെ തങ്ങളെ, എൻ്റെ കുട്ടിയുടെ അസുഖം ശിഫയാക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ബദരീങ്ങളെ, ഞങ്ങളെ കാക്കണേ എന്ന് പറയുക. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്ന നാവ് കൊണ്ട് വരുന്ന ഇബാദത്തുകളാണ്. ആ ഇബാദത്തുകളെ അല്ലാഹുവല്ലാത്ത ശക്തിയിലേക്ക് തിരിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതിന് വലിയ ഷിർക്ക് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായി നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്താണ് അറവ് നടത്തുക എന്നുള്ളത്. അല്ലാഹു അല്ലാത്ത മഹത്തുക്കളുടെ പേരിൽ അറവ് നടത്തിയാൽ അത് ഇസ്ലാം ഷിർക്ക് എന്ന് പറയും. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു, മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് അറവ് നടത്തുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ, റസൂലുള്ളാഹിയുടെ പേരിലൊക്കെ അവരിൽ നിന്ന് മദദ് ലഭിക്കാൻ, സഹായം ലഭിക്കാൻ, മമ്പുറം തങ്ങളുടെ സഹായം ലഭിക്കാൻ, ബദരീങ്ങളുടെ സഹായം കിട്ടാൻ, റസൂലുള്ളാഹിയുടെ സഹായം കിട്ടാൻ വേണ്ടി അവർക്ക് അറവ് നടത്തുക എന്നുള്ളത് അത് അള്ളാഹിൻ്റെ പേര് ചൊല്ലി അറുത്താലും പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് അത് പുറത്താണ്, ഷിർക്കാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് പരിശുദ്ധ ഇസ്ലാം. ഇതിനാണ് വലിയ ഷിർക്ക് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഷിർക്ക് അസ്ഗർ, ചെറിയ ഷിർക്ക് അഥവാ റിയാ എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചെറിയ ഷിർക്ക്. അഥവാ റസൂലിനോട് ചോദിച്ചപ്പോൾ എന്താണ് പ്രവാചകരെ ആ ഷിർക്ക്? അത് റിയാ ആണ്. റിയാ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ മറ്റുള്ളവർ കാണാൻ വേണ്ടി, അവർ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടാവുക. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടി ഒന്നും കൂടെ ഉഷാറിൽ ഓതുക. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഞാനൊരു ധർമ്മിഷ്ഠനാണ് എന്നറിയപ്പെടാൻ വേണ്ടി ആളുകളെ അറിയിച്ച് ചെയ്യുക. ഇങ്ങനെ അവൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒരു റിയാ, അള്ളാഹു ഒരു റിയാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണട്ടെ എന്നുള്ള രൂപത്തിൽ ചെയ്യുന്നതിനാണ് റിയാ എന്ന്. ഇത് ഷിർക്ക് അസ്ഗർ എന്ന് പറയും. ഈ രണ്ട് അപകടങ്ങളും വളരെ വലുതാണ്, നമ്മുടെ വിശ്വാസത്തെ അത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അങ്ങനെ ഷിർക്ക് നമ്മിൽ വന്നാൽ എന്താണ് അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ? പരിശുദ്ധ ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടെ പറയുന്നത്, ഷിർക്ക് ചെയ്ത ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ തൗബ ചെയ്യാതെയാണ് അവൻ മരിക്കുന്നത് എങ്കിൽ ഒരിക്കലും അല്ലാഹു തആല അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, സ്വർഗം അവനക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നും അല്ലാഹു തആല പറയുന്നു. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല സൂറത്തു നിസാഇൽ പറയുന്നത് കാണാം, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിർക്ക് ചെയ്യുന്നതിനെ ഒരിക്കലും പുറത്തു തരില്ല. അതല്ലാത്തതൊക്കെ അല്ലാഹു തആല പുറത്തു തരും, ഉദ്ദേശിച്ച ആളുകൾക്ക് പുറത്തു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ. അതുപോലെ തന്നെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വഖാലൽ മസീഹു യാ ബനി ഇസ്രായീല അബ്ദു റബ്ബി വറബ്ബക്കും ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ഈസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലരോട് പറഞ്ഞു, ബനു ഇസ്രായേലരെ,
നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. എൻ്റെ റബ്ബും നിങ്ങളുടെ രക്ഷിതാവുമായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. കാരണം ഇന്നഹു മയുശ്രിക് ബില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിന് ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു അവന് നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. വമഅവാഹുന്നാർ, അവൻ്റെ അഭയകേന്ദ്രം അത് നരകമാണ് എന്നും അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ശിർക്ക് കൊണ്ടുണ്ടാകുന്ന മറ്റൊരു വലിയ അപകടമാണ് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും. ഏത് വലിയ സൽക്കർമ്മങ്ങളാണെങ്കിൽ പോലും അതൊക്കെ അതോടുകൂടെ പൊളിഞ്ഞു പോകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല സൂറത്ത് അൻആമിൽ പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പൊളിഞ്ഞു പോകും. അതുപോലെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു മറ്റൊരായത്തിൽ പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കും ഞാൻ വഹി അറിയിച്ചു, താങ്കൾ ശിർക്ക് ചെയ്താൽ താങ്കളുടെ മുഴുവൻ അമലുകളും അത് പൊളിഞ്ഞു പോകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല അറിയിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതിനേക്കാൾ ഗൗരവമുള്ള മറ്റെന്താണുള്ളത്? നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ അമലുകളൊന്നും അള്ളാഹു സ്വീകരിക്കാതെ അവസാനം നമ്മൾ നരകത്തിലേക്ക് പതിക്കുക, സ്വർഗം നമുക്ക് നിഷിദ്ധമാകുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഗൗരവം എന്താണുള്ളത്? അതുകൊണ്ട് ശിർക്കാവുന്ന ആ അപകടത്തിലേക്ക് അടുക്കാതിരിക്കുക, അതിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനത്തിലേക്ക് ഉൾപ്പെടുക, എല്ലാവരും അതിന് സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.